ഇതൊരു വൃദ്ധസദനമാവാണ് കേരളം. ഞാൻ പറഞ്ഞ ഒന്ന് നമുക്ക് മാറ്റാൻ നോക്കാം. പിന്നെ വൃദ്ധസദനത്തിന് മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയത്തിലോട്ട് മാറണം അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാകണം എന്നുള്ള ചിന്ത എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഉണ്ടായ മോട്ടിവേഷൻ എന്താണ്? എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ പഠനം നടത്തിയിട്ടായിരിക്കും. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞേ ഇവിടെ നല്ല സ്ഥലമാണ്, കൊച്ചിയിൽ വന്ന്. നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അതേപോലെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പറയും ഇവിടെ പിന്നെ നമുക്ക് തൊഴിലില്ല പറയും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്നൊക്കെ സംഭാവനകളൊക്കെ ഇട്ട് ആദ്യം വരുന്നത് KSUവിൻ്റെ കൂടെ അന്ന് ക്യാമ്പസിലുണ്ടായിരുന്ന ആളാണ്. പുള്ളിയുടെ എല്ലാം സമാഹരിച്ച് എൻ്റെ താമസിക്കുന്നതിന് എതിർവശത്താണ് മുടി വെട്ടുന്ന ആളുള്ളത്. ഞാനൊരു ഡേറ്റ് വെച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോയിൻമെൻറ്റ്. ഇത് മുടി വെട്ടാൻ. ഊബറിൻ്റെ പ്രോഗ്രാം എവിടെ ഇരുന്ന് എഴുതി, മലയാളിക്ക് മിക്കവർക്ക് അറിയില്ല, വർക്കലയിൽ ഇരുന്നിട്ട് എഴുതിയ അവർ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന്. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ വർധനവിൻ്റെ ഒരു ഗുണവും ഗവൺമെൻറ്റിൻ്റെ ഖജനാവിനില്ല. അല്ല, ഇത് മുഴുവൻ ഡ്രൈവിംഗ് കോളേജ് സമയത്ത് ഇരുചക്ര വാഹനം അന്ന് ഇതുപോലുള്ള ഇരുചക്ര വാഹനങ്ങളുടെ ഭ്രാന്തുള്ള കാലമല്ലല്ലോ. അന്നിപ്പോ യമഹ, ബജാജ്, കവാസാക്കി ഇതൊക്കെയല്ല അന്നത്തെ കാലത്തെ. പണ്ട് പറഞ്ഞില്ലേ BMW ഇവിടെ വരാൻ പോയതാണ്, അവർ നോക്കിയാൽ വന്നന്ന് ഹർത്താലായിരുന്നു എല്ലാവരും പറയാം. നമ്മുടെ മൂന്നാമത്തെ അതിഥിയായി വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട രാജീവ് സാറാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിഥിയായി കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാണ്ട് നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. നമ്മളെ ഇനാഗ്രേഷന് കൊച്ചി ഷോറൂമിൻ്റെ സഫാരി കാർസിൻ്റെ കൊച്ചി ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് രാജീവേട്ടൻ വന്നിരുന്നു. അന്ന് ഞാൻ രാജീവേട്ടനോട് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നമ്മളിങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും നമ്മളെ പ്രോഗ്രാമിൽ വരണം. അതിനുശേഷം രണ്ടാമതായിട്ട് ഞാൻ രാജീവേട്ടനെ കണ്ടത് CMൻ്റെ ഇഫ്താർ മീറ്റിലാണ്. അന്ന് തന്നെ ഞാൻ ഓടിപ്പോയിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ പ്രോഗ്രാമിൽ വരണമെന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തുടർന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നത്, കാരണം നമ്മളെ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള കളമശ്ശേരിയിലാണ് രാജീവേട്ടൻ ഉള്ളത്. അപ്പോൾ തൊട്ടടുത്താണ്, നമ്മുടെ ഷോറൂമിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഔദ്യോഗികമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ ഈ വീഡിയോയിലോട്ട് രാജീവ് സാറെ സ്വാഗതം ചെയ്യാണ്. സ്വാഗതം, നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. എറണാകുളത്തെ കച്ചവടമൊക്കെ അടിപൊളി, നല്ല വെൽക്കമിങ്ങാണ് കിട്ടിയിട്ടുള്ളത്, കാരണം നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. അന്ന് നമ്മളിവിടെ വന്ന് ഇരുന്നപ്പോഴും ഞങ്ങളോട് ചോദിച്ചിരുന്നു ഈ സംരംഭകരെ പറ്റി, എന്താണ് ഇനി കേരളത്തിൽ നമ്മൾ ഭാവി സംരംഭകർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് സാറ് പറഞ്ഞത് റിവേഴ്സ് മൈഗ്രേഷനെ പറ്റിയിട്ടൊക്കെ സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം അവിടേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഒരു വണ്ടി ഭ്രാന്ത് ഉണ്ടോ? ഭ്രാന്തൊന്നുമില്ല, ഓടിക്കും. ഓടിക്കും. ചെറുപ്പം മുതലേ വണ്ടി ഉണ്ടോ അതോ വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, വണ്ടിയുണ്ട്. വണ്ടി നേരത്തെ ഞാൻ ഇരുചക്ര വാഹനം ആദ്യം ഓടിക്കുമായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഹനം ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് ഔദ്യോഗിക വാഹനത്തിലാണല്ലോ. MP ആയിരിക്കുമ്പോഴും അതിനുശേഷം മന്ത്രി ആയിരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് ആയിരിക്കും പിന്നെ ഒഫീഷ്യൽ വാഹനങ്ങളാണ്. വൈഫ് വണ്ടി ഓടിച്ചാൽ പോകുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പിള്ളേരൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നത് ആ വണ്ടിയിലായിരിക്കും. ശരിക്കും ജന്മനാട് തൃശ്ശൂരാണോ? തൃശ്ശൂരിൻ്റെ എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന അന്നമനട പഞ്ചായത്തിലെ മേലൂരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തേക്ക് പഠനമായി പോകുന്നു. അതെ, കളമശ്ശേരി, ലോ കോളേജ് എറണാകുളം, പോളിടെക്നിക്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ എറണാകുളംകാരനായിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി. അന്ന് മുതലേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? SFIന്റെ പ്രവർത്തിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതെ അതെ അതെ, പാർട്ടി പ്രവർത്തിച്ചു വന്നു. ശരിക്കും ഡ്രൈവിംഗ് പഠിക്കണം എന്നാണ് ഓർമ്മ ഉണ്ടോ? ഡ്രൈവിംഗ് കോളേജ് സമയത്ത് ഇരുചക്ര വാഹനം അന്ന് ഇതുപോലുള്ള ഇരുചക്ര വാഹനങ്ങളുടെ ഭ്രാന്തുള്ള കാലമല്ലല്ലോ. അന്നിപ്പോൾ യമഹ, ബജാജ്, കവാസാക്കി ഇതൊക്കെയല്ല അന്നത്തെ കാലത്തെ. പിന്നെ അന്നത്തെ കുറേ മോഡലുകൾ പിന്നെ വന്നു പോയി. തിരിച്ച് ഈ ചില സിനിമകൾ ഇപ്പോൾ വീണ്ടും വരില്ലേ പഴയ പോലെ, രാജദൂത്, SD, ഇതൊക്കെ പണ്ടത്തെ പ്രധാന വാഹനങ്ങളായിരുന്നു. ഇടയ്ക്ക് വീണ്ടും ഒന്ന് വരുന്നതുണ്ട്. പക്ഷെ ഞങ്ങളുടെ സമയത്തൊക്കെ ഹീറോ ഹോണ്ട, കവാസാക്കി ഇങ്ങനെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, പിന്നെ മാരുതി 800 ഇതൊക്കെയാണ് അന്നത്തെ വാഹനങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പോൾ ഔദ്യോഗിക വാഹനമാണ്. ഇപ്പോൾ ഔദ്യോഗിക വാഹനം, സ്വന്തമായിട്ട് വാഹനമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ചെറുപ്പം മുതലേ ലോ കോളേജിലൊക്കെ പഠിച്ചു വന്നിട്ട് രാഷ്ട്രീയത്തിലോട്ട് മാറണം അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാകണം എന്നുള്ള ചിന്ത എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഉണ്ടായ മോട്ടിവേഷൻ എന്താണ്? അല്ല, പഠിക്കുന്ന കാലം മുതൽ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ സ്വകാര്യ പോളീസ് സമരം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനൊപ്പം ചേരുക.
പിന്നെ നമ്മളൊരു എന്ത് ചെയ്യണമെന്ന് പൊതുവെ സമൂഹത്തിൽ തീരുമാനിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്. നമ്മൾ എന്ത് പഠിക്കണം, സിലബസ് തീരുമാനിക്കുന്നത്, പഠന സമയം തീരുമാനിക്കുന്നത്, എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് പൊളിറ്റിക്സാണ്. പണ്ട് ഞങ്ങൾ രാജ്യസഭയിലുള്ളപ്പോൾ ഒരു രസികനായ പ്രാസംഗികനുണ്ടായിരുന്നു. പല പാർട്ടി മാറി വന്നിട്ടുള്ള ആളാണ് എൻ്റെ. അപ്പോൾ അത് പറഞ്ഞു, ഞാനിങ്ങനെ കോളേജ് അധ്യാപകനായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ സച്ചിൻ ടെണ്ടുൽക്കർ, പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പാർലമെൻറ്റിലേക്ക് വരുന്നു. അങ്ങനെ കുറേ എല്ലാ പ്രൊഫഷനിലുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അപ്പോൾ രാഷ്ട്രീയം ജീവിതത്തിന് എല്ലാ തലങ്ങളെയും നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേവനം നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ജനങ്ങളൊരു അവസരം നൽകി, ഞാൻ MLA ആയി. MLA ആയപ്പോൾ തന്നെ എനിക്കൊരു മന്ത്രിയാകാനൊരു അവസരം കിട്ടി. അപ്പോൾ 5 കൊല്ലം നമ്മളെങ്ങനെ വിനിയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ചുമതലയിൽ ഇരുന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വേറൊരു ചുമതലയിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയില്ല. അതിനോട് പരമാവധി നീതി പുലർത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, നിൻ്റെ പാർട്ടി ഏതാ, നിൻ്റെ പാർട്ടി ഏതാ, നിൻ്റെ പാർട്ടി ഏതാ. കുറേ ആൾക്കാർക്ക് ഓരോ പാർട്ടി ഉണ്ട്, പേരിനൊരു പാർട്ടി ഉണ്ട്, പക്ഷേ അതെന്താണെന്നോ അത് വഹിക്കണ നയങ്ങൾ എന്താണെന്നോ രാഷ്ട്രീയം എന്തിനാണെന്നൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ മൈൻഡ് സെറ്റിൽ നടക്കുന്ന ആളുകളോട് എന്താ പറയല്ലേ, എനിക്ക് രാഷ്ട്രീയമല്ല എന്ന് പറയുന്ന ആളുകളോട് എന്താ പറയുക? അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതിലൊരു രാഷ്ട്രീയം. അപ്പോൾ നമ്മളൊന്നും ഇതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ സമ്മതിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഏത് കാര്യത്തിലൊരു നിലപാടുണ്ടോ, നമ്മളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിലപാടാണ്. അപ്പോൾ അതൊരു നിലപാടാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നതും ശരിക്കും രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ നിലവിലുള്ളത് അതേപോലെ തുടരട്ടെ എന്ന് നമ്മളങ്ങ് ഒരു പിന്തുണ നൽകുകയാണ്. പണ്ട് മാർ ഗ്രിഗോറിയസിന് നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ പ്രത്യേകത പ്രതികരിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനോട് നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം വരും. അത് 2 തരത്തിലുണ്ട്. കക്ഷി രാഷ്ട്രീയം തന്നെ വേണമെന്നില്ല, പിന്നെ പാർട്ടിയുടെ രാഷ്ട്രീയം തന്നെ വേണമെന്നില്ല. അപ്പോൾ അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഇപ്പോൾ എങ്ങനെ രാജ്യം എങ്ങനെ പോകണം, ജനാധിപത്യം നിലനിൽക്കണോ, മതനിരപേക്ഷത വേണോ, അല്ലെങ്കിൽ വ്യവസായങ്ങൾക്ക് എങ്ങനെ അന്തരീക്ഷം ഉണ്ടാകണം, ഏത് രൂപത്തിലായിരിക്കും ഇതുണ്ടാവും, ഇതൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അതിലെല്ലാം ഒരു രാഷ്ട്രീയം വരും. ചിലപ്പോൾ വിശാലമായ രാഷ്ട്രീയമായിരിക്കും, രാഷ്ട്രീയം ആകണമെന്നില്ല. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ രാഷ്ട്രീയ നിലപാടുകളിലും യോജിക്കാവുന്ന ചില ഇടങ്ങളുണ്ടാവും, വിയോജിക്കാവുന്ന ഇടങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു നിലപാട് നമ്മളെപ്പോഴും മനുഷ്യനെന്ന നിലയിൽ സ്വീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളുടെ ക്ഷമിക്കണം. ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ രാജീവ് സാറ് ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അത് ചോദിക്കും. കാരണം ഞാൻ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ലൊരു ഗുണം. അതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോ ഓഫാക്കിയാൽ ചിലപ്പോൾ വീഡിയോയിൽ കിട്ടാത്ത കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മുമ്പാടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചോദിക്കും. എന്തെങ്കിലും ഉണ്ട് ക്ഷമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാഷ്ട്രീയത്തേക്ക് വന്നു, SFIയിലൊക്കെ വന്നു. അന്നൊക്കെ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവുമല്ലോ, ഇവരെ പോലെ ആവണം, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആവണം. അന്ന് തന്നെ ഒരു മന്ത്രി ആവണം എന്നൊക്കെ അല്ലേ ടാർഗറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആവുമെന്ന് വിചാരിച്ചിരുന്നു? അങ്ങനെയൊന്നും അന്നത്തെ കാലത്തില്ല. അന്ന് പിന്നെ നമ്മളങ്ങ് ഇരമ്പി കയറില്ലേ സമരങ്ങളും പരിപാടികളും. അതിപ്പോൾ മന്ത്രിയാകുന്നു അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒരു ആലോചനകളെ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു അത് നന്നായിട്ട്, ഏത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അന്നത്തെ കാലത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുക, പോരാട്ടങ്ങൾ. പിന്നെ ഞാൻ SFI സ്റ്റേറ്റ് ഭാരവാഹി ആകുമ്പോൾ ഭരണത്തിലുള്ളപ്പോഴാണ് പ്രധാനം, ഇടതുപക്ഷം. വാളൂരിൽ ഇടതയോ ഭരണത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു മരവിപ്പുണ്ടാവും. അന്നാണ് ഞങ്ങൾ ഈ അക്കാദമികമായിട്ട് എങ്ങനെ ഇടപെടാൻ പറ്റും, വിദ്യാഭ്യാസത്തിന് നിലവാരം ഉയർത്താൻ പറ്റുമോ, പുതിയ പരീക്ഷണങ്ങൾ, അങ്ങനെ ഒരു കാലമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടാനുണ്ടായ ഒരു കാലം, അതിലെ അനുഭവം, അതിപ്പോഴും വലിയ കരുത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുന്നു, അപ്പോഴേക്കും അന്നത്തെ SFIക്കാരെ കൂടിയെത്തും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് 2 പേര് ഇപ്പോൾ ഒരാണ്, ലോകത്തിൻ്റെ ദുബായിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പഴയ ആളുകൾ വരുന്നു, സിനിമയിലുള്ള ആളുകൾ വരുന്നു, പല മേഖലയിൽ നമ്മളോടൊപ്പം ആ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും വരികയാണ്. അപ്പം അന്നത്തെ ബന്ധം എന്നുള്ളതൊരു വലിയ ആഴത്തിലുള്ള സ്നേഹബന്ധമാണ്. അതിന്ന് എനിക്ക് ഇവിടെ ഒരാൾ, ഞാനൊരു കസ്റ്റമർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് വൈകുന്നേരം ഒരു ഗസ്റ്റ് ഉണ്ട്, രാജീവ് സാറിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞങ്ങളെ സീനിയറായിരുന്നു കോളേജിൽ, നിങ്ങളെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അന്നത്തെ നിങ്ങളെ പ്രവർത്തനത്തിനെ പറ്റി എന്നോട് പറഞ്ഞു. ഭയങ്കര ആവേശത്തോടു കൂടിയാണ് പറയുന്നത്. സംഭവം നിങ്ങൾ എതിർ പാർട്ടിക്കാരനാണ്, എങ്കിലും നിങ്ങളെ പറ്റി ഭയങ്കര പോസിറ്റീവായിട്ട് അന്ന് കോളേജിൽ ഇടപെട്ടിരുന്നതും പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നൊരു പ്രചോദനം, റോൾ മോഡൽ ആരായിരുന്നു? വ്യക്തികൾ അങ്ങനെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മൾക്കൊരു ആവേശമുണ്ട്. EMS ഉണ്ട്, KG ഉണ്ട്, നായനാരുണ്ട്, ES ഉണ്ട്, എല്ലാവരും ഉണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ. പക്ഷെ നമുക്കിപ്പോൾ ഒരു കാഴ്ചപ്പാട്, ഒരു രാഷ്ട്രീയ നിലപാടിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നത്. പരമാവധി അതിനു വേണ്ടി സമർപ്പിക്കും. ഇന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനൊക്കെ ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ
അന്നൊക്കെ സംഭാവനകളൊക്കെ ഇട്ട് ആദ്യം വരുന്നത് KSUവിൻ്റെ എന്താ കൂടെ അന്ന് ക്യാമ്പസിലുണ്ടായിരുന്ന ആളാണ്. പുള്ളിയാണ് എല്ലാം സമാഹരിച്ച് പഴയ ആളുകളെ കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകളായിട്ടൊന്ന് നല്ല ബന്ധമുണ്ട്. KSU SFI ഒക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ നല്ല ബന്ധങ്ങളുണ്ടാവും. ഇപ്പോഴും ഈ ഇത്ര കാലം കഴിഞ്ഞില്ലേ, അവർ പലരും ഇപ്പോഴും വരുള്ളൂ. ഈ ഇപ്പോൾ മത്സരിക്കുമ്പോൾ വരുന്നത് എല്ലാവരും കാണുന്നു. അവരവരുടേതായ വർക്ക് ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. ചില സ്ഥലത്ത് വരുമ്പോഴായിരിക്കും ഇവരെന്താ ഇവിടെ ഇപ്പോൾ അവരോട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സൗഹൃദം, ഏറ്റവും നല്ല സൗഹൃദമുള്ളൊരു കാലമാണ്. അന്ന് ഞാൻ വിടവാങ്ങുമ്പോൾ ഞങ്ങളൊക്കെ SFIയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. കാലത്തുള്ള ബന്ധമുണ്ട്. മറ്റുള്ള രാഷ്ട്രീയത്തിലുള്ള ആളുകളായിട്ടും നല്ല ബന്ധം, സൗഹൃദം അവരൊക്കെ നല്ല അടുപ്പുണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ പലരും അന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. പക്ഷെ പല പ്രൊഫഷനുകളിലേക്കൊക്കെ പോയി ജോലി മറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രൊഫഷനുകൾക്കൊക്കെ ബാക്കി അഭിഭാഷകരായവരുണ്ട്, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോയവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സമയമാകുമ്പോൾ തിരിച്ചു വരും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന നേതാക്കന്മാരുടെ കാര്യത്തിൽ ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നേരിടും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സംരംഭം കൊണ്ടുനടക്കാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരും, ചിലപ്പോൾ വിമർശനങ്ങൾ വരും. അപ്പോൾ ഞാൻ ഏത് പാർട്ടിൻ്റെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഇവരെ കൂട്ടമായി ആക്രമിച്ചാലും ഇവർ തൻ്റെ ഇടത്തോടെ നിൽക്കും. ഒരുപാട് ഈ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് രാജീവ് സാറ്. കാരണം ഒരു ടൈമിൽ ഒരു കരിങ്കൊടി കാണിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ആക്രമണമൊക്കെ നേരിട്ടല്ലോ അല്ലേ, നേരിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണമൊക്കെ നേരിടും. ഇതൊക്കെ എതിർ പാർട്ടികളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് നമ്മളത് ആ വൈരാഗ്യം മനസ്സിൽ വെക്കുമോ, പിന്നീട് അത് രാഷ്ട്രീയമായിട്ട് മാത്രം കാണുമോ, വ്യക്തിബന്ധങ്ങളെ എങ്ങനെ കൊണ്ടു നടക്കുന്നത്, വിമർശനങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടണം? അല്ല, നമ്മൾ പ്രശ്നത്തെയാണ് എതിർക്കുകയോ യോജിക്കുകയോ ചെയ്യുന്നത്, വ്യക്തിയല്ല. ഒരു വ്യക്തി ആ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ചു, ആ പ്രശ്നത്തിൽ നമ്മൾ എതിർക്കുന്നു. ആ വ്യക്തി തന്നെ വേറെ പ്രശ്നത്തിൽ വേറെ നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിനോട് യോജിച്ചെന്ന് വരാം. അപ്പോൾ നമ്മളെപ്പോഴും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നത് ആ വ്യക്തിയോടല്ല, വ്യക്തിയുടെ അഭിപ്രായത്തോടാണ്. ഇങ്ങനെ ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കൂട്ടമായ ഒരാൾ ആക്രമിക്കുക അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാവുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണും? ഇപ്പോഴത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ നേരത്തെയും അച്ചടി മാധ്യമങ്ങളിലും ഉണ്ട്, ഒരു അടിസ്ഥാനമില്ലാതെ തന്നെ പല തരത്തിലുള്ളത് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മുഖ്യമന്ത്രിക്ക് നോക്കൂ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയ കാലം മുതൽ എത്ര ദശകമായി ഈ ആക്രമണം നേരിടുന്നു. അതെല്ലാം വളരെ, അപ്പം അതെല്ലാം നമുക്ക് ഒരു പാഠപുസ്തകങ്ങളാണ്. എങ്ങനെയാണ് അത്തരം ഇതെല്ലാം വരുമ്പോൾ നേരിടുന്നത്. അതും തന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ, എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയായ രൂപത്തിൽ ചെയ്യുക, ബാക്കി വരുമ്പോൾ ഒന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിലുള്ള പാഠപുസ്തകമാണ് മുഖ്യമന്ത്രിയെ പോലുള്ള ആൾ. അപ്പം അതെല്ലാം നമുക്ക് നൽകുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇതിൻ്റെ അടിയിലും ചിലപ്പോൾ ഒരുപാട് കമൻറ്റുകളും വിമർശനങ്ങളൊക്കെ, അതിന് മുഖം ഉണ്ടാവില്ല, മുഖം ഉണ്ടാവില്ല, ഫേക്ക് ഐഡിയ ആണ് മിക്കവാറും. അപ്പോൾ അതിലേക്ക് അധികം പോകാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്ത മാത്രമായിട്ട് അങ്ങ് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടേ ഇത്തരം ആളുകളോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴും ഇതേപോലത്തെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ധൈര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഈ കമൻറ്റിനൊക്കെ ടെൻഷനായ ഒരാളാണ്. ഇപ്പോൾ എനിക്ക് അതൊക്കെ പോയി. കാരണം നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ പരിചയപ്പെട്ട് ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആദ്യം ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയി വിവാദത്തിന് ഓരോന്നിനും മറുപടി വരേണ്ട കാര്യമില്ല. ഒന്ന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, നമ്മൾ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ പറഞ്ഞ ഗവൺമെൻറ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ചില ഭാഗങ്ങൾ തിരുത്തേണ്ടതുണ്ട്, അത് നമ്മളങ്ങ് തിരുത്തി വരുമ്പോൾ ഈ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഇല്ലാതിരിക്കുന്ന ആളുകളെല്ലാം അവനോട് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ വ്യവസായത്തിൽ കേരളം 28ാമത്തെ റാങ്കായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ഒത്തിരി നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അത് നോക്കുകയാണെങ്കിൽ 10നും 15 റാങ്ക് കിട്ടണം. പക്ഷെ നമുക്ക് 28. നമ്മുടെ പുറകിലായി ലക്ഷദ്വീപ് അന്ന് 15. ലക്ഷദ്വീപിൽ അന്നൊരു വ്യവസായവും ഇല്ല. അപ്പോൾ എന്താ ഇതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് ഈ റാങ്കിങ് എന്നുള്ളത് സംരംഭകരിടുന്ന മാർക്കാണ്. നമ്മൾ പരിഷ്കാരം നടപ്പിലാക്കിയാൽ ആ റാങ്കിന് എലിജിബിൾ ആവും. പിന്നെ അവരോട് വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട്, അപ്പോൾ ഇവിടെ നിങ്ങൾ സംരംഭം, ഇവിടെ വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള മാർക്ക് പോയി. അപ്പോൾ സംരംഭകർ മാർക്കിട്ടാൽ മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്ക് കിട്ടൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സംരംഭകരുടെ അടുത്തേക്ക് തന്നെ പോകണം. അങ്ങനെ എല്ലാ ജില്ലയിലും പോയി അവരോട് ചോദിച്ചാൽ എന്താ ഇനി നമ്മൾ മാറ്റേണ്ടത്, അവരുടെ അഭിപ്രായങ്ങൾ വന്നു. കുറേ മാറ്റം അവർ കഴിഞ്ഞ ഗവൺമെൻറ് വരുത്തിയ മാറ്റം തന്നെ പണ്ട് അറിഞ്ഞിട്ടില്ല.
അവരുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതന്ന് വിശദീകരിച്ചു. പിന്നെ അവർ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. പിന്നെ മാറ്റങ്ങൾ വരുത്തി വീണ്ടും അവരോട് പോയി നമുക്ക് ഒന്നിച്ച് എങ്ങനെ കൂടുതൽ വ്യവസായം കൊണ്ടുവരാം. ഗവൺമെൻറ് ഒറ്റയ്ക്ക് പറ്റില്ല. ഇത് വന്നതോടുകൂടി ആ റൗണ്ട് കഴിഞ്ഞോടുകൂടി സംരംഭക സമൂഹവും ഗവൺമെൻറ്റും ഒരേ മനസ്സോടുകൂടിയായി. പിന്നത്തെ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 2026 5 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും 1ാം റാങ്കിലെത്തുന്നതാണ്. പക്ഷെ നമ്മൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1ാം റാങ്കിലെത്തി. അത് സംരംഭകർ തന്നെ 100% ഫീഡ്ബാക്കാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ്ഡ് കാറുകളുടെ അടുത്ത് നിങ്ങൾക്ക് നല്ല കൊച്ചിയിൽ മോശമല്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുമല്ലോ. ആ ഫീഡ്ബാക്ക് പോലെയാണ് ഇവരെടുക്കുക. അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും ഓരോന്നിനും. അപ്പം അങ്ങനെ അവർ മാർക്കിട്ടിട്ട് നമുക്ക് 1ാമതായി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആളുകൾ ഇത് തട്ടിപ്പായിരിക്കുന്നതൊക്കെ ആയിരിക്കും ആദ്യം പ്രചരിപ്പിക്കുക. അന്ന് എന്തായിരുന്നു പ്രചാര വേലകൾ, ഇങ്ങനെ റാങ്കേ ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് 28 ഏറ്റവും മോശമായിരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം, കുഴപ്പമൊന്നുമില്ല. ഇത് അന്നും ഈ 1 കിട്ടുമ്പോഴും മാർക്കിട്ടിട്ട് സംരംഭകരുടെ മാർക്കാണ്. അപ്പോൾ അത് പ്രധാനമാണ്. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക, തിരുത്തേണ്ടതിനെ തിരുത്താം. ഇപ്പോഴത്തെ ഒരു ന്യൂസിൽ കണ്ടിരുന്നത്, ന്യൂസിലല്ല ഞാൻ ചാനലിലൊക്കെ കണ്ടിരുന്നത്, ഒരുപാട് സംരംഭകരെ യൂസഫ് അലി സാറെ പോലത്തെ വലിയ ബിസിനസ്സുകാരെ ഇവിടെ ഒരു പ്രോഗ്രാം വെച്ച് കേരളത്തിലോട്ട് എത്ര ബില്യൺ കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു സത്യത്തിൽ? നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് സാധാരണ എല്ലാവരും നടത്തുന്നതാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ നടത്തി. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട് നടത്തി. കാരണം നമ്മൾ 28ാമത്തെ റാങ്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊരു പൊതു പ്രതീതി ഒരു ആളുകളുടെ മനസ്സിലൊരു ചിത്രം ഉള്ളപ്പോൾ നമ്മൾ നേരെ പോയിട്ടൊരു മീറ്റ് നടത്തി കാശ് കളയാന്നല്ലാതെ ആരും നിക്ഷേപിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങളിവിടെ നിക്ഷേപം തുടങ്ങി, ഈ കൊച്ചിയിൽ വന്നിട്ട് തുടങ്ങുക. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ എങ്ങനെയുണ്ട്, കാറുകളുടെ ഡിമാൻഡ് എങ്ങനെയുണ്ട്, ഏത് ടൈപ്പ് കാറാണ്, ഇതിന് മുൻപ് ആരെങ്കിലും ഇത് നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ പഠനം നടത്തിയിട്ടായിരിക്കും. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞേ ഇവിടെ നല്ല സ്ഥലമാണ്, കൊച്ചിയിൽ വന്ന് ഒരു ഷോറൂം തുടങ്ങുമെന്ന് പറയും. മിനിസ്റ്റർ പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ വരില്ല, ഒരു സംരംഭകനും വരില്ല. ആ ശരി, നല്ല താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളൊരു പഠനം നടത്തും. ഓരോ സംരംഭകൻ വരുമ്പോഴും ഇപ്പോൾ ചിലർ എന്നോട് പറയും മന്ത്രി എല്ലാം കൊച്ചി കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കളിയാക്കുക ഫേസ്ബുക്കിൽ വന്ന് പറയും. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങണം, കണ്ണൂർ തുടങ്ങണം, കാസർഗോഡ് തുടങ്ങണം എന്നൊക്കെ പറയും. ഓരോന്നിനും ഓരോ രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ണൂർ മട്ടന്നൂർ 5650 കോടി രൂപയാണ് ഒരു വലിയ AI ഡാറ്റാ സെൻറ്ററിൻ്റെ ഇപ്പോൾ ഒപ്പുവെച്ചാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒപ്പുവെച്ചാണ്. അപ്പോൾ അവർ പല സ്ഥലം കാണിച്ചു. അപ്പോൾ അവരിത് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ അവർ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു അന്തരീക്ഷം വന്നു. സബ്മിറ്റ് നടത്തി, അതിന് മുമ്പ് റോഡ് ഷോ നടത്തി എല്ലായിടത്തും. പണ്ട് പറയില്ലേ BMW ഇവിടെ വരാൻ പോയതാണ്, അവർ പോയി, അവർ നോക്കിയാൽ വന്നന്ന് ഹർത്താലായിരുന്നു എല്ലാവരും പറയാം. പക്ഷെ അവർ സംസാരിച്ചാലും പിന്നെ പുസ്തകത്തിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കാസിനോ ഹോട്ടലിൻ്റെയൊക്കെ ജോൺ ഡോമിനി, അല്ലെങ്കിൽ അതുപോലെ ഞങ്ങളുടെ തന്നെ ചെയർമാനായി ഇപ്പോൾ ഇരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്കിൻ്റെ കമ്പനി ചെയർമാനായിട്ടുള്ള ബാലഗോപാലൻ. അപ്പോൾ അദ്ദേഹം റോട്ടറി ഈ ചേംബർ ഓഫ് കോമേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ഈ ഹർത്താലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നം. ആരോ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ തുടങ്ങാത്ത, ഹർത്താൽ കാരണമാണ്. അപ്പോൾ BMW ഒരു ഡിമാൻഡഡ് കാറാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ നല്ല താല്പര്യമാണ്. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഹർത്താലിനാണ് കൊച്ചി വരെ ഓടിച്ചു വന്നത്, ഒരു കുഴപ്പമുണ്ടായില്ല. എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഹോട്ടൽ അപ്പോൾ ഡിന്നർ മീറ്റാണ്. ഇവിടെ ഇരിക്കുന്ന ആളെ ഞങ്ങൾ നോക്കിയപ്പോൾ മിക്കവാറും എല്ലാവരും മലയാളികളാണ്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ രാത്രി ഡിന്നർ കഴിക്കാൻ ഇത്ര ആളുകൾ ലോക്കൽസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വാങ്ങാനുള്ള ശേഷിയുണ്ട്. ഞങ്ങൾ പ്രധാനമായത് നോക്കുന്നത് ഞങ്ങളുടെ ചില കമ്പനി കാർ അവിടെ നിന്ന് പുറപ്പെട്ടാൽ പോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു പകുതി എത്തിയാൽ കൊള്ളാം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. വഴിയിൽ അടിച്ചുകൊണ്ട് പോകും. ഇവിടെ തന്നെ ആന്ധ്രയിലെ കിയ ഫാക്ടറിയിൽ നിന്ന് തുറമുഖത്തേക്ക് പോയപ്പോൾ ഒരു 600 എഞ്ചിൻ കാണാതായി. കളവ് പോയി, വഴിയിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം വെച്ചാൽ പോർട്ടിനോട് ചേർന്ന് അന്ന് വിഴിഞ്ഞം വന്നിട്ടില്ല. 1000 ഏക്കർ സ്ഥലം വേണം അവർ. നമുക്ക് അത്രയും സ്ഥലം എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അവർ പോയത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറുകൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ നല്ല കാറുകൾ കുറേ ഉണ്ടല്ലോ. ഇതിൻ്റെ ടെക്നോളജി കുറേ തിരുവനന്തപുരത്താണ്. ഓട്ടോമോട്ടീവ് ടെക്നോളജി പുറകിൽ ഇരിക്കുന്ന നമ്മുടെ സ്ക്രീനുണ്ടാവും. അതിന് പഴയ പോലെ അല്ല. ഇപ്പോൾ വലിയൊരു ഓട്ടോമൊബൈൽ രംഗത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. കുറേ കമ്പനികൾ ഇലക്ട്രിക് സ്കൂട്ടി മാത്രമല്ല ഈ കാറിൽ ഉപയോഗിക്കുന്നപ്പോൾ എല്ലാം സോഫ്റ്റ്വെയർ ഡ്രിവൺ കാർസാണ്. SDV വെഹിക്കിൾസ്, സോഫ്റ്റ് ഡ്രിവൺ വെഹിക്കിൾസ്. ഈ കാറിനൊക്കെ ടെക്നോളജിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു കാറിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ പ്രോഗ്രാം എഴുതി. നമ്മൾ
നമ്മൾ എഴുതുന്ന നമുക്ക് പഠിച്ചിട്ടില്ല. നമ്മൾ തൊട്ടാൽ ജനറേറ്റീവ് എ അത് എഴുതും. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സിനിമയുടെ AC കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ അല്ല റിമൺ ചെയ്യുന്നത്. കാറിലിപ്പോൾ മൊബൈലിൽ ഇരുന്നിട്ട് ഓർക്കാം, ഓൺ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അത്തരം കാറുകളെല്ലാം അങ്ങനെയാണ്. നേരത്തെ തന്നെ AC ഓൺ ചെയ്ത് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെക്നോളജിയുള്ള കമ്പനികൾ ഒത്തിരി BMW ഉണ്ട്, ബെൻസിൻ്റെ ഉണ്ട്, ഇതൊക്കെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ടെക്നോളജി നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ സംരംഭങ്ങൾ നമ്മുടെ സമ്മിറ്റിൽ വന്നതിൻ്റെ ഒരു ഭൂമിയുള്ളതിൻ്റെ 55,000 കോടി ഇപ്പോൾ അത് നിർമ്മാണത്തിലേക്ക് എത്തി. ചിലത് ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, കേരളത്തിൽ. അപ്പോൾ മാറ്റം ആരാ പറയണ്ടേ? ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത് ഈ കേരളം നിങ്ങൾ പറയുന്ന കേരളമല്ല. എല്ലാവരുടെ അഭിപ്രായം എന്താ, ഇവിടെ പെട്ടിക്കട, വണ്ടിക്ക്, മറ്റേ ലോട്ടറി, ബീവറേജ്, ഇത് മൂന്നേ ഉള്ളൂ കേരളത്തിൽ നിന്ന് എല്ലാവരും പറയാം. ഈ കേരളത്തിൽ ഇതല്ല. ഈ കമ്പനികളുണ്ട്. ഇപ്പോൾ തെർമൽ പെൻപോൾ ഉണ്ട്, സിന്തേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കാൻഗോർ ഉണ്ട്, അല്ലെങ്കിൽ ഡെൻ കെയർ ഉണ്ട്, അല്ലെങ്കിൽ അഗാപ്പ ഉണ്ട്, അല്ലെങ്കിൽ STF ടെക്നോളജി, SFO ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പ്രസംഗത്തിൽ പറഞ്ഞ് ഈ സ്കാനിങ് മെഷീൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി അമേരിക്ക കൊണ്ടുപോയി അതിൻ്റെ ലേബിൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ആളുകൾ ട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. വിശദീകരിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ പറഞ്ഞു ഈ മന്ത്രി 2 കമ്പനിയാണുള്ളത്. ഞാനിങ്ങനെ പറയുന്നത്, GE ഫിലിപ്സ് ആണല്ലോ 2 കമ്പനികൾ. പ്രധാനമായി മാറ്റി. ഞാൻ MP ആയിരിക്കുമ്പോഴാണ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ആദ്യമായിട്ട് സ്കാനിങ് മെഷീൻ വയ്ക്കുന്നത്, MRI. ഞങ്ങൾ ഈ കമ്പനിയെ നേരിട്ട് ചർച്ച ചെയ്തിട്ടാണ് പരമാവധി കാശ് കുറച്ചിട്ടൊക്കെയാണ് വയ്ക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കമ്പനി ഞാൻ സന്ദർശിക്കുമ്പോൾ അവരുടെ ഈ സ്കാനിങ് മെഷീൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ടാക്കുകയാണ്. ഞാനിത് പോയി നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം NDA എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, അറിയായിരിക്കും. എന്നുവെച്ചാൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു കാർ ഉണ്ടാക്കുന്ന കരുതുക, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇത് ബെൻസിന് വേണ്ടി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആഡിഡാസിൻ്റെ ഷൂ ഉണ്ടെന്ന് കരുതുക, അതിൻ്റെ മഹാഭൂരിപക്ഷം ലോകത്തിലെ പല കമ്പനികളിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ GE ഉണ്ടാക്കുന്ന, ഇവിടെ ഫിലിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ ചില ഭാഗം സിമൻസിൻ്റെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല നമ്മളാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ ആ ഭാഗം പറഞ്ഞപ്പോൾ ഒരു ചിലർ എഴുതിയതൊരു സ്ക്രൂ ഉണ്ടാക്കുക മാത്രമാണ്. അതപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി ഒന്നിച്ച് കാണാം. എത്രയാണ്? പക്ഷെ നിങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഇവർക്ക് പിന്നെ പിറ്റേന്ന് ഓർഡർ പോകും. ഇത് ഞാൻ ചൈനയിൽ പോയപ്പോൾ വലിയ ബ്രാൻഡുകൾക്ക് പോണേ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡ് പേര് ഞാൻ പറയാനുള്ള, അവർക്ക് കൊടുക്കണ അതേ പ്രൊഡക്റ്റ് പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇതേ ഫാക്ടറിയിലാണ് 2 മേടിക്കുന്നത്. ഒരു ബ്രാൻഡിന് ഒരു 10,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് പുറത്തേക്ക് ചീപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനി ഉണ്ട് മെഡിക്കലുമായി ബന്ധപ്പെട്ട്. ഞാനപ്പോൾ അവരുടെ ഫാക്ടറി പോയി. നമ്മൾ കമ്പനികൾ പറയാൻ പാടില്ല, കാരണം നമ്മൾ ഈ കേരളത്തിൽ ഇതുണ്ടെന്ന് പറയാൻ വേണ്ടി ആവേശത്തിന് പറയണമെങ്കിലും അത് വെച്ചിട്ട് നമ്മുടെ മലയാളികൾ കേരളത്തെക്കുറിച്ച് ഇത്ര സ്നേഹമുള്ള ആളുകളില്ലല്ലോ. അവർ ചിലപ്പോൾ അപ്പം തന്നെ ഈ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇവരിതായത് ഡിസ്ക്ലോസ് ചെയ്തു, നിങ്ങൾ എന്താ റദ്ദാക്കാത്തതെന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അതാ. അപ്പോൾ അത് ഞാനൊരു സ്ഥലത്ത് നിന്നപ്പോൾ മെഡിക്കലിൻ്റെ ഒരു പ്രധാന സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പല ഭാഷയിലുള്ള കവറുകളാണ്. എന്നിട്ട് ഇവർ പല രാജ്യങ്ങളിലെ പല കമ്പനികൾക്ക് ഇവിടെ തന്നെ പോണത്. അതതിൻ്റെ പേരും പാക്കറ്റും എല്ലാം ഇവിടെ തന്നെയാണ് കംപ്ലീറ്റ്. അതിൻ്റെ സീൽ കാർട്ടലിൽ അടിച്ചിരിക്കുന്ന ഭാഷ, അതിനകത്തുള്ളത് എല്ലാം പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ പല കമ്പനിക്ക് വേണ്ടി ഇവരുണ്ടാക്കുക ചെയ്യും. അപ്പം അങ്ങനെ ഒത്തിരി ഇതുണ്ട്. പല ഫുഡ് ഫാക്ടറി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് റീപാക്കിങ്, ബൾക്കായിട്ട് ഒരു ഫുഡ് ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു, പല ബ്രാൻഡിനും റീപാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇവർക്കിപ്പോൾ ഈ SFO ടെക്നോളജീസിന് അവരുടെ പത്രത്തിൽ വന്നല്ലോ റഫേലിൻ്റെ, അതിന് അവർ ഡിസ്ക്ലോസ് ചെയ്യാൻ പത്രത്തിൽ വന്നു. 365 കോടിയുടെ പ്രധാന കമ്പോണന്റ് ഉണ്ടാക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ പല കമ്പനികളും, ഇത് ഒരു കമ്പനി മാത്രമായിട്ടല്ല. ഇപ്പോൾ ചില കമ്പനികൾ ലോഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. പണ്ട് ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ വായിച്ചൊരു പുസ്തകം നവോമിക്കിൽ എന്നുള്ള എഴുത്തുകാരുണ്ട്, നോ ലോഗോ എന്നതിൻ്റെ പേര്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു സാധനം അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ജീവിതത്തിൽ ഒരിക്കലും കമ്പ്യൂട്ടർ കീബോർഡ് പോലും കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറാണ്. ആ ഭാഗം ഉണ്ടാക്കിയിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ പണ്ട് മൈക്ക് ജോർദാൻ അറിയില്ലേ? മൈക്ക് ജോർദാൻ അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുന്ന കമ്പനിയിൽ പല രാജ്യങ്ങളിലാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അവർ മൊത്തം പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കൂടുതലാണ് ഇദ്ദേഹത്തിന് ലോഗോ മാർക്കറ്റ് ചെയ്യാനുള്ള ബ്രാൻഡ് അംബാസഡർ ഫീസ് എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇത്തരം പലതും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വലിയ തോതിലാണോ മാനുഫാക്ചറിങ്, ഈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, പവർ ഇലക്ട്രോണിക്സ്, ഇതിനകത്തെല്ലാം നമുക്ക് ഭയങ്കര ഒരു കരുത്തുണ്ട്. ലോകത്തിലെ പല കമ്പനികൾക്ക് വേണ്ട സംഗതികൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആളുകൾ ഇങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കുക. ഇപ്പോൾ 1 ലക്ഷം സംരംഭം തുടങ്ങി, അപ്പോൾ തന്നെ ചിലർ അങ്ങനെ സംഭവമേ ഇല്ല. പ്രധാനമന്ത്രി അംഗീകരിച്ചു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവർ അംഗീകരിച്ച് നമുക്ക് അവാർഡ് നൽകി. ഇവിടെ ഇരിക്കുന്ന ആൾ പറയേ ഇതൊക്കെ വെറുതെ അവരുടെ ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാജീവ് സാർ ഇപ്പോൾ 5 വർഷം വ്യവസായ മന്ത്രിയായിട്ട് തുടർന്നു. ഇനിയിപ്പോൾ മത്സരിക്കുന്നുണ്ട് അല്ലേ? അതിന് മുന്നേക്കെ പിന്നെ രാജ്യസഭാ അംഗം ഒരു തവണ, അതേപോലെ വിദേശ രാജ്യങ്ങൾ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു അതിൻ്റെ ചാർജ് എന്തായിരുന്നു? അല്ല, അതിപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ MP-മാരുടെ ഒരു 4-5 പേരെ അവർ തിരഞ്ഞെടുക്കും. അവർക്ക് പോകാം. അതിൽ 1-2 പേർക്ക് അവിടെ പൊതുസഭയിൽ പ്രസംഗിക്കാം. അങ്ങനെ എനിക്ക് പൊതുസഭയിൽ ഇന്ത്യക്ക് വേണ്ടി പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ, പ്രസിഡന്റിൻ്റെ കൂടെ, വൈസ് പ്രസിഡന്റ്, ഇവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഡെലിഗേഷനിൽ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അങ്ങനെ അധികം MP-മാരെ കൊണ്ടുപോയില്ല. പണ്ട് മുതലേ അങ്ങനെ രീതി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒന്നിച്ച് പാർലമെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കും. 1 വർഷം ഞാൻ രാജ്യസഭയിൽ CPM-ന്റെ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. അന്ന് പ്രവർത്തിക്കാൻ പറ്റിയിരുന്നു. പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ നമ്മൾ ആവശ്യങ്ങൾക്കാണല്ലോ, കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാണുകയും എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള മന്ത്രിമാർ കുറെ പേരെല്ലാം ഞങ്ങൾ ഒന്നിച്ച്, അവർ പ്രതിപക്ഷത്തായിരുന്നല്ലോ ആ സമയത്ത്. അപ്പൊ ഞങ്ങളും പ്രതിപക്ഷത്തുള്ള സമയത്ത് ഒന്നിച്ചുള്ള ആളുകൾ ഇപ്പൊ മന്ത്രിമാരായവരൊക്കെ ഉണ്ട്. കുറെ പേര് അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇനി നമ്മളെ കേരളത്തിലോട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാല്ലേ ലക്ഷ്യം? ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കളമശ്ശേരി എടുത്താൽ ചിലർക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ പദ്ധതിയും വന്നില്ലല്ലോ. 1000 കോടിയുടെ പദ്ധതി 1 വർഷം കൊണ്ട് വരില്ല. പിന്നെ നമ്മൾ ഈ 2012 വ്യത്യസ്തമായി 2015 മുതൽ ഭൂമി ഏറ്റെടുക്കലിന്റെ നിയമം എല്ലാം മാറി. നമ്മൾ 1 സെന്റ് എടുക്കണമെങ്കിലും 1000 ഏക്കർ എടുക്കണമെങ്കിലും ഒരേ സമയം ഒരേ പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ 10 വർഷം കൊണ്ടുവന്ന മാറ്റം. ഇപ്പോൾ IT മേഖല എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൈവറ്റ് IT പാർക്കിന് ഇപ്പോൾ പുതിയ നയം വന്നു. അഫിലിയേറ്റഡ് IT പാർക്സ്. ഇപ്പോൾ ഇവിടെ ഒരു ആലുവയിൽ IT പാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ പേര് ഉപയോഗിക്കാം. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അഫിലിയേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങി. അത് ഈ ഗവൺമെൻറ് 51 കൊടുത്തു 3 വർഷം കൊണ്ട്. അപ്പോൾ അത്രയും വലിയ മാറ്റം. വിദേശ ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ? അല്ല, അത് ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രി പാർക്ക് ഭൂരിപക്ഷം നമ്മുടെ മലയാളികൾ അവർ തുടങ്ങുന്നു. അവർക്ക് മറ്റ് വ്യവസായങ്ങളൊക്കെ ഉള്ള അനുമതി കൊടുക്കാം. അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ പാലക്കാട് 1710 ഏക്കറിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്ലോബൽ സിറ്റി കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ കഴിയും. കളമശ്ശേരിയിലാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഉൾപ്പെടെ ജുഡീഷ്യൽ സിറ്റി വരുന്നുണ്ട്. പിന്നെ ഇത് 2003 സീപോർട്ട് എയർപോർട്ട് റോഡ് നിന്നുപോയത്. അതിപ്പോഴാണ് വീണ്ടും വർക്ക് തുടങ്ങുന്നു. അങ്ങനെയുള്ള കുറേ പദ്ധതികളുണ്ട്. സയൻസ് സിറ്റി അതിൻ്റെ സ്ഥലം ലാസ്റ്റ് ഇതിലേക്ക് വരുന്നു. കുടിവെള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കൂടി കിട്ടിയാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. നമ്മളൊരു ഗൃഹപാഠം നടത്തി ഡെഡിക്കേറ്റഡ് ആയ ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈം ഏറ്റവും ചുരുങ്ങിയത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സങ്കടം ഉണ്ടാക്കിയ അനുഭവം പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ സങ്കടപ്പെടണമെങ്കിൽ പലതും നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനെയില്ല. നമ്മൾ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോൾ അടിയൊക്കെ വരുമ്പോൾ അത് ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടിട്ട് ഭീകരമായിട്ട് ഇടിയും. വാരിയെല്ലാം കുടിഞ്ഞു പോയതിൻ്റെ കാൽവെള്ളയിൽ ചെവിയൊക്കെ പൊട്ടി ഭയങ്കര ഒരു മറന്നുണ്ടായിരുന്നു ഞങ്ങളെ എറണാകുളത്ത്. പക്ഷെ അതെല്ലാം ഒരു നമുക്കൊരു അന്നത്തെ പ്രായമല്ലേ, അതിൻ്റെ സഹനത്തിൻ്റെ ഒരു അതിലല്ല നിൽക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ പിന്നെ അന്ന് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്ത് കുറേ പോലീസുകാരും ആയിട്ട് കേസൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അല്ലാതെ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓരോ പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ നേരിടുക. ഓരോ പ്രതിസന്ധിയിലും ഒരു അവസരം ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കിയെടുത്താൽ നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്ക് വ്യവസായം വരില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സാധ്യത? ആ സാധ്യത നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, കരുത്തുള്ളവരുണ്ട്. അവരുടെ വിഭവശേഷി അവരുടെ ലോകത്ത് എല്ലായിടത്തും മലയാളി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ജോലിയുണ്ട്. ഇവിടെ ബംഗാളിക്ക്, രാജസ്ഥാനി, ബീഹാറി എല്ലാവർക്കും ജോലിയുണ്ട്. നമ്മുടെ ആൾക്ക് പുറത്താണ് ജോലി. അപ്പോൾ നമ്മളവിടെ നോക്കണം, നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജോലി ഉണ്ടാക്കണം. അതിന് പറ്റുന്ന സ്ഥാപനങ്ങൾ വരണം. മറ്റാളുകൾക്ക് ഇവിടെ ജോലി ചെയ്താൽ അവർ പൈസയ്ക്ക് അങ്ങോട്ട് പോകും.
നമ്മുടെ ആളുകൾ ജോലി ചെയ്യുമ്പോൾ പൈസ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിന് നമ്മുടെ ആളുകൾ പുറത്തുനിന്ന് അയക്കുമ്പോഴുണ്ട്. ഇപ്പോൾ അവർ ജെല്ല് പറയുന്നത് ഇവിടുന്ന് മൊത്തം അവർ അടിച്ചുകൊണ്ട് പോകല്ലേ കേരളത്തിൽ നിന്ന്. പക്ഷെ നമ്മൾ വേണ്ടത് ഇത്തരം നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന ജോലി, അത് ടെക്നോളജി നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ നമ്മുടെ ആളുകൾക്ക് പറ്റുള്ളൂ. ആ അവസരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ സങ്കടങ്ങളല്ല, അതങ്ങനെ നോക്കുക. ഒരു കാര്യം അവിടെ ഒന്നും കൂടെ പറയണം, ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവസരങ്ങളുണ്ട്. അത് ചെറിയ പോയിന്റ് അല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ എന്നോട് ഓരോരുത്തർ വന്നിട്ട് പറയും എനിക്കതില്ല ഇതില്ല, ആകെ ടെൻഷനാണ്, ആകെ ബുദ്ധിമുട്ടാണ്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവസരങ്ങളുണ്ട്. അത് രാജീവ് സാർ ഒരു കോട്ടായിട്ട് വെച്ചോളൂ, അത് ഞാനൊരു നോട്ട് ചെയ്താണ്. അതേപോലെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പറയും ഇവിടെ പിന്നെ നമുക്ക് തൊഴിലില്ല അറിയും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ആൾക്കാരെ സ്ഥാപനത്തിൽ എന്ത് വേണം, തൊഴിലവസരമുണ്ട്. ഞാനിവിടെ ഷോറൂം തുടങ്ങിയ ഉടനെ ഒരു ഇൻ്റർവ്യൂ വെച്ചു, 15 പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു. ഇന്ന് എനിക്ക് തൊഴിലാളികളെ കിട്ടാനില്ല. അപ്പുറത്തെ സംരംഭത്തിൽ പോകുമ്പോൾ അവിടെയും തൊഴിലാളികളെ കിട്ടാനില്ല. എവിടെ ചെന്നാലും സ്റ്റാഫുകളെ ആവശ്യമുണ്ട്, ബോർഡുണ്ട്. ഇന്ന് റോട്ടിലിറങ്ങി നമ്മൾ നോക്കുന്നവർക്ക് അവർ പറയുന്നത് തൊഴിലില്ലാന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം മനസ്സിലാക്കുമ്പോൾ ഈ തൊഴിലില്ല എന്ന് പറയുന്ന ആളുകൾ അവരാണ് ശരിക്കും അതിൻ്റെ മൈൻഡ് സെറ്റ് നോക്കേണ്ടത്. അവരെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറല്ല. ഇവർ വിദേശത്തേക്ക് പോകണം. ഇപ്പോൾ വിദേശത്ത് ലീലാറ് അവസരം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇൻ്റർവ്യൂ വെച്ചപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയുന്നത്, UK ജോലി ചെയ്തിരുന്ന ഒരാൾ ലീവിന് നാട്ടിൽ വന്നാൽ അയാൾ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അയാൾ എന്നോട് ചോദിച്ചു ഇവിടെ ജോലി ഉണ്ടെങ്കിൽ ഞാനിവിടെ നാട്ടിൽ നിൽക്കാനും. നമ്മൾ ഈ പെരുമ്പാവൂര് 30 ഏക്കറിൽ കെയ്ൻസ് ടെക്നോളജീസിന്റെ വലിയ ഇലക്ട്രോണിക്സ് പാർക്ക് കൊടുത്തു. അപ്പോൾ അതിൽ ആദ്യം 100 പേരെടുത്ത് പഴയൊരു ബിൽഡിംഗ് അവർ റിനോവേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ 4 അമേരിക്കയിൽ ജോലി ചെയ്ത 4 മലയാളികൾ അവിടെ ഉണ്ട്. അവർ തിരിച്ചു വന്നാണ്. നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ മണ്ഡലത്തിൽ ഇപ്പോൾ 5 ജോബ് ഫെയർ ആണ്, ഒരു 100-ലധികം കമ്പനികൾ പോകും. അപ്പോൾ ഞാൻ ആദ്യത്തെ ജോബ് ഫെയറിന് ചെല്ലുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് സാറേ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ജോലി ഉണ്ട്? ഇല്ല, പാസ്സായിട്ടുള്ളൂ. ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും നൈറ്റ് ഉള്ളത് തരണോളൂ ഇവിടെ. അപ്പോൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. എന്നാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അതിന് മടിയുണ്ടാവും. ഇവിടെ കിട്ടും, അവിടുത്തെ ജീവിത ചെലവ് കൂടും, ഇത്രയും ഇപ്പൊ നമ്മൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് കോളേജിനോട് ചേർന്ന്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ IT പഠിക്കുന്ന കുട്ടി ഒരു വർക്ക്ഷോപ്പിൽ പോയി വെൽഡിങ്ങാണ് പഠിക്കണേ. പഠനം കഴിഞ്ഞിട്ട് അപ്പുറം പോയി വെൽഡ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് ഉൾക്കണ്ടേ ഇവൻ പഠിക്കണില്ലേ, പഠിക്കണായിരുന്നു തന്നെ ആയിരിക്കും അവിടെ ചെയ്യണേ. പക്ഷേ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി കരിയൊക്കെ പുറണ്ടുവെക്കുമ്പോഴേക്കും ഉൾക്കണ്ടായിരിക്കും. ഉൾക്കണ്ടപ്പെടുന്ന ആളുടെ കുട്ടി ലണ്ടനിൽ കെയർ ഹോമിൽ ചീത്തയായിട്ടുണ്ട് കയറിയിരിക്കും. അവിടെ പോയത് കുഴപ്പമില്ല. ഇപ്പൊ കുറെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നവരുണ്ട്, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെ ഉണ്ട്. പണ്ട് അമേരിക്കയിൽ ഞങ്ങൾ ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം വരാൻ വന്ന പെൺകുട്ടി MSc ഡാറ്റാ സയൻസ് പഠിക്കുന്നതാണ്, മലയാളിയാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ MSc ഡാറ്റാ സയൻസ് പഠിക്കുന്ന ആൾ ഇവിടെ താജിൽ പോയി വിളമ്പാൻ പോകുക, അവിടെ സപ്ലൈ ഇത് സെർവ് ചെയ്യാൻ പോയാൽ തന്നെ ആളുകൾ ഈ കുട്ടിക്ക് എന്ത് പറ്റി, രാത്രി അവിടെ പോയിട്ട് സെർവ് ചെയ്യാൻ പോകണമെന്നാണ് ആളുകൾ ഉൾക്കണ്ട ഉണ്ടാവും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മലയാളി സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അവസരങ്ങളുണ്ട്. വൻകിട കമ്പനികൾ പറഞ്ഞു, ഇതേപോലെ ചെറിയ സംരംഭങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ജോലി അവസരങ്ങൾ, പക്ഷെ മുന്നേ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഒരുപാടുണ്ടായിരുന്നു. നമ്മളെ കേരളം ഡെവലപ്പായി തന്നെ നമ്മളെ വിദേശ ഫണ്ട് ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് നമ്മൾ സഹായിച്ചിട്ടുണ്ടല്ലോ. അതിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിന് എന്താ പറയുക? ആദ്യം നമ്മൾ ബോംബെ പോയി സ്റ്റെനോഗ്രാഫി ചെയ്തു, പിന്നെ സിലോൺ, മല അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി, അപ്പോഴേക്കും ഒരു സെമി സ്കിൽഡായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെങ്ങനെ പോണേ USA, കാനഡ, ഓസ്ട്രേലിയ. അപ്പോൾ വൈറ്റ് കോളർ നോളജ് വർക്കറാണ്. അപ്പോൾ നമ്മുടെ ആളുകളുടെ ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നവരോ മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം നമുക്ക് നമ്മുടെ സമ്പദ്ഘടനയ്ക്കാണ് സംഭാവന ചെയ്തത്. ഇപ്പോഴത്തെ തന്നെ ലോകത്തിൻ്റെ സാഹചര്യം മാറല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നതല്ല പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ആൾ ഉച്ചയ്ക്ക് പറയാം. അപ്പോൾ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും യുദ്ധം വരാം, മറ്റ് താരിഫുകൾ വരാം, ഒരു ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷമൊക്കെ മാറി, ഒരു അനിശ്ചിതത്വം വരും ജീവിതത്തിൽ. അപ്പോൾ എല്ലാവർക്കും തോന്നും നമ്മുടെ നാടിനേലേ ഉള്ളൂ എന്ന ചിന്ത വരും. അപ്പോൾ നമ്മൾ ആ ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ അവസരങ്ങൾ എടുക്കാൻ കഴിയും. ഇത് എല്ലാവരും വരണമെന്നൊന്നുമില്ല. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും മലയാളികൾ നല്ല പോസ്റ്റിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അല്ലാതെയുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ട്. എന്നോട് ആളുകൾ ആദ്യം പറഞ്ഞു ഇതൊരു വൃദ്ധസദനമാവാണ് കേരളം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് നമുക്ക് മാറ്റാൻ നോക്കാം. പിന്നെ വൃദ്ധസദനത്തിന് മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ബിസിനസ് സാധ്യതയുണ്ട്. ലോകത്തുള്ള എല്ലാവരും വയസ്സാകുമ്പോൾ കൂടെ വന്നോട്ടെ. ഇവിടെ നല്ല ശുദ്ധവായു, നല്ല ശുദ്ധജലം. അപ്പോൾ ജർമ്മനിയിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ വയസ്സാവുന്നവർക്ക് ഇൻഷുറൻസുകളുണ്ട്.
ആ ഇൻഷുറൻസ് കമ്പനി നോക്കുമ്പോൾ അവിടെ അവർ ഇവരെ വയ്ക്കണേക്കാളും പകുതി കാശുണ്ടെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അതിനേക്കാളും സൗകര്യത്തിൽ അവർ വയ്ക്കാം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് കുഴപ്പമില്ല. ഞങ്ങളുടെ ഫീൽഡ് ഇവിടെ നോർവേ പോയപ്പോൾ അംബാസഡർ ഞങ്ങൾക്കൊരു രാത്രി ഡിന്നർ നൽകി, മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ അവിടെ സപ്ലയർസ് ഒന്നുമില്ല, സർവ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മളൊക്കെ പോയി ഇതാൻ പറഞ്ഞു, സാർ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ടേബിൾ തന്നെ കിട്ടിയത്. ഇവിടെ വൈകുന്നേരം കഴിഞ്ഞ് ഇവിടെ ആളില്ല. എൻ്റെ താമസിക്കുന്നതിന് എതിർവശത്താണ് മുടി വെട്ടുന്ന ആളുള്ളത്. ഞാനൊരു ഡേറ്റ് വെച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു അപ്പോയിൻമെൻറ്റ്, എൻ്റെ മുടി വെട്ടാൻ. അപ്പോൾ അങ്ങനെ ആളുകൾ, ജനസംഖ്യ കുറവാണ്, ആളുകൾ കുറവാണ്, അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ നടത്തുമെങ്കിൽ ലാഭമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഊബർ പിടിക്കാറില്ലേ, അതിപ്പോൾ കാറിലാണല്ലോ. ഊബറിൻ്റെ പ്രോഗ്രാം എവിടെ ഇരുന്ന് എഴുതി? മലയാളിക്ക് മിക്കവർക്കും അറിയില്ല, വർക്കലയിൽ ഇരുന്നിട്ട് എഴുതി. അവർ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ പോയി അവിടെ ഒരു മാസത്തോളം താമസിച്ച് അവിടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ന് ഊബറായിട്ട് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത്. അപ്പോൾ നല്ല അന്തരീക്ഷം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ നിങ്ങൾ സ്വിറ്റ്സർലൻഡ്, നോർവേ അല്ലെങ്കിൽ സ്വീഡൻ, ഇവിടെയൊക്കെ ആണെങ്കിൽ 2-3 മാസം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, ഭയങ്കര മഞ്ഞല്ലേ. അപ്പോൾ ആളുകൾ കൂടുതൽ ഫ്രസ്ട്രേഷൻസ് വരും, പലതരത്തിലുള്ള മാനസിക ടെൻഷൻ വരും. അപ്പോൾ കേരളത്തിലേക്ക് വന്നോട്ട് ഒരു 5-6 മാസം ഇവിടെ ജോലി ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും നമുക്ക് നല്ല സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം തീർച്ചയായിട്ടും നമ്മളെ ലോകം മൊത്തം ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ശരിക്ക് നമ്മളിവിടെ നല്ല ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഇന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരു വണ്ടി ബുക്ക് ചെയ്ത കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി പിന്നെ എടുക്കാം. അപ്പോൾ വണ്ടി അല്ല അത്യാവശ്യം പറഞ്ഞ് എൻ്റെ ഒരു ബിസിനസ് മുടങ്ങണു. അതേപോലെ പല ആളുകൾക്കും ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ല, പല സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ യുദ്ധം വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നു, കൊറോണ വന്നു, അതേപോലെ വെള്ളപ്പൊക്കം വന്നു, ഇതേപോലെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ വലിയ സംരംഭകരായിക്കോട്ടെ ചെറിയ സംരംഭകരായിക്കോട്ടെ ഇവരെടുക്കേണ്ട പ്രിപ്പറേഷൻ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ പണ്ട് നമ്മൾ യുദ്ധം വരുന്നു, യുദ്ധവിരുദ്ധ സമ്മേളനം, അപ്പോൾ ചിലർ ഇവിടെ ഫേസ്ബുക്കിൽ എഴുതും ഇവിടെ യുദ്ധവിരുദ്ധ സമ്മേളനം നടത്തിയിട്ടാണോ പ്രശ്നം തീരുന്നത്. ഇപ്പോൾ അടുക്കളയിലേക്ക് എത്തി യുദ്ധം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇവിടെയൊക്കെ ഊട്ട് അല്ലെങ്കിൽ അന്നദാനം നടക്കുന്നുണ്ട്, ഉത്സവങ്ങളായിട്ട്. എല്ലായിടത്തും വിറക് വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നില്ല, പ്രത്യേക അനുമതി പിന്നെ കളക്ടറാണ് കൊടുക്കുന്നത്. പലയിടങ്ങളിൽ കമേഴ്ഷ്യൽ ഹോട്ടലുകൾ ഇപ്പോൾ പ്രശ്നത്തിലായി, ആളുകൾക്ക് പാനിക്കായി, എന്നാൽ ഗ്യാസ് തീരാം എന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ യുദ്ധം എന്ന് പറയാമോ, അല്ലെങ്കിൽ ശരിക്കും യുദ്ധം 2 കൂട്ടർ അങ്ങോട്ട് ഏറ്റുമുട്ടാണല്ലോ. ഇതൊക്കെ ഒറ്റയ്ക്കുള്ള ഏകപക്ഷീയമായ ആക്രമണമാണല്ലോ വന്നത്. അപ്പോൾ എല്ലായിടത്തും ബാധിക്കും. മലയാളി കൂടുതൽ ബാധിച്ചു മേഖല വരും, ഒരുപാട് പ്രവാസികളാണ് നമുക്ക്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ പണ്ടത്തെ പോലെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല വ്യവസായികൾക്ക്. ഒരു 10 വർഷം 5 വർഷം എന്നല്ല, ഓരോ ദിവസം മാറില്ലേ, ടാരിഫ് മാറുന്നു, അല്ലെങ്കിൽ യുദ്ധം വരുമ്പോൾ പ്രശ്നം മാറുന്നു, അസംസ്കൃത വസ്തുവിന് പെട്ടെന്ന് വില കൂടും, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് കയറ്റി അയക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു അസ്വസ്ഥത, ഒരു അനിശ്ചിതത്വം, അത് ഇന്നത്തെ ബിസിനസ്സിൻ്റെ വലിയ വെല്ലുവിളിയായിട്ട് വരും. മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ എന്താ നിർദ്ദേശിക്കാല്ലേ? അല്ല, നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുക, എടുത്തിയാടാതിരിക്കുക, ഓരോ ഘട്ടത്തിലും പാനിക് ആകാതെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ചിലത് നമ്മുടെ നിയന്ത്രണം നിന്ന് വരില്ല. ഇപ്പോൾ പെട്ടെന്ന് ചുങ്കം കൂടി, അപ്പോൾ വെയിറ്റ് ചെയ്യലാണ്. പലരും ഇപ്പോൾ സ്റ്റോറേജിലേക്ക് മാറ്റും, വെയർ ഹൗസിങ് സംവിധാനം മാറ്റും, കയറ്റി അയക്കൽ നിർത്തി വയ്ക്കും, ഇങ്ങനെ പല മുൻകരുതലുകളായിട്ട് എടുക്കും. അപ്പോൾ സൂക്ഷ്മമായിട്ട് വിപണിയിലെ താരിഫ്, പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ്, ഈ ചലനങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് തന്നെ ഇപ്പോൾ നോക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് നല്ല ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളും 5-8 രാജ്യങ്ങളുടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ മടങ്ങ് നമ്മുടെ സ്റ്റേറ്റിലുണ്ടാവും. അപ്പോൾ ഇവിടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട്, അവിടേക്ക് നമുക്ക് എത്ര പറ്റും. ഈ അമേരിക്ക ഇപ്പോൾ വളരെ ഹൈലി പർച്ചേസിങ് പവർ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്ന വരും, യൂറോപ്പിലും ഉണ്ടായിരുന്നു വരും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്ന അളവ് കുറവാണെങ്കിലും അതിന് വലിയ മൂല്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ മറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുക, ഒറ്റ മാർക്കറ്റ് മാത്രം നോക്കിക്കൊണ്ട് രീതിയിൽ മാറേണ്ടി വരും. എവിടെയും പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന രീതിയിലുള്ളതിലേക്ക് എത്തേണ്ടി വരും. അതേപോലെ ഇപ്പോഴത്തെ ചെറിയ സംരംഭകർക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടു. ഇപ്പോൾ നമ്മുടെ LDF സർക്കാരായിരിക്കുന്ന ടൈമിൽ തന്നെ 2 വർഷം മുന്നേ കുറേ വിവാദങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു. എനിക്കും ആ ബുദ്ധിമുട്ട് നേരിട്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ടാക്സ് അടക്കുന്ന പെട്ടെന്ന് വലിയൊരു വർധനവ് ഫീസിൽ വന്നു. ഇപ്പോൾ ഞാൻ അവിടെ കരുവാരക്കുണ്ട് നമ്മൾ ഒരു ചെറിയ ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 2.5 ലക്ഷം രൂപയോളം പഞ്ചായത്തിൽ ടാക്സ് അടക്കേണ്ടി വന്നു. അപ്പോൾ അത് വളരെ ഒരു ചെറിയ സംരംഭകർക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് എനിക്കൊക്കെ ഒരുപാട് സങ്കടമായിരുന്നു, കാരണം 2.5 ലക്ഷം രൂപ ഒരു ഷെഡിന് അടക്കണമല്ലോ. അപ്പോൾ അത് സംരംഭകർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടാണ്. ചെറുതാവുമ്പോൾ ചെറുത്, വലുതാവുമ്പോൾ വലുത്. പിന്നീട് ആ പൈസ എനിക്ക് റിട്ടേൺ കയറി. അതായത് ഈ 2.5 ലക്ഷം രൂപ അടച്ച എനിക്ക് എത്ര കയറിയത് കറക്റ്റ് ഓർമ്മയില്ല, എത്ര ശതമാനം പിടിച്ചിട്ട് രണ്ടാമത് അതിൽ ഇളവ് വരുത്തി.
അതുണ്ടായ കാരണം എന്താണെന്ന് അറിയോ? അതോ അല്ല, അത് അന്ന് അങ്ങനെ തീരുമാനം വന്നപ്പോൾ ഈ കാലാനുസൃതമായി വർദ്ധിപ്പിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒന്ന് ഒരു 5% ഒരു 2 വർഷം കൂടുമ്പോൾ വർദ്ധിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഈ കുറേ കാലം വർദ്ധിക്കാതിരിക്കുമ്പോൾ പിന്നെ കാലോചിതമാക്കുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ വർധന വേണ്ടി വരും. അപ്പോൾ അതിൽ അന്ന് വർദ്ധിപ്പിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് അത് പുനഃപരിശോധിച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചു. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ വർധനവിൻ്റെ ഒരു ഗുണവും ഗവൺമെൻറ്റിൻ്റെ ഖജനാവിനില്ല. അല്ല, ഇത് മുഴുവൻ പഞ്ചായത്തിനുള്ളതാണ്. സ്റ്റേറ്റ് ഖജനാവിലേക്കൊന്നുമില്ല. ഇതിപ്പോൾ പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്തിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചില പഞ്ചായത്ത് വർധനവിനെതിരെ ഭയങ്കര പ്രസംഗം നടത്തിയ ആളുകളുണ്ട്. ഈ കുറച്ചപ്പോൾ അവർ തിരിച്ചു കൊടുക്കണില്ല, പൈസ അവർ തിരിച്ചു കൊടുക്കണ്ടേ? നമുക്ക് കിട്ടി. ചില പഞ്ചായത്തുകളുണ്ട് എതിർത്ത് ഈ വർധനവ് ആകെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞവർ ഈ കാശൊക്കെ വാങ്ങി വെച്ചേക്കാണ്, അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ അത് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്നത് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പണമായിരുന്നില്ല. പക്ഷെ കുറ്റം മുഴുവൻ, പഴി കേൾക്കേണ്ടത് മുഴുവൻ സ്റ്റേറ്റിനായിരുന്നു. പഞ്ചായത്തുകൾക്കൊന്നും ഇങ്ങനെ ഒരു നിശബ്ദമായിട്ടില്ല, അവരതെല്ലാം പൈസ കിട്ടിയേക്കണം. അപ്പൊ അത് പിന്നെ നമ്മൾ ഒറ്റയടിക്ക് കൂട്ടി ശരിയായില്ല എന്ന് കണ്ടിട്ട് പിന്നെ കുറയ്ക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ കണ്ടതിനേക്കാളും കൂടുതലൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വന്നു. നമ്മൾ പഞ്ചായത്തുകൾ കുറെ കൂടി നന്നായി സർവീസ് ചെയ്യാൻ വേണ്ടി അവർക്ക് വരുമാനം വേണം, അത് കണക്കാക്കിയിട്ടാണ് ചെയ്തത്. സ്റ്റേറ്റിന് പ്രത്യേകിച്ച് വേറെ വരുമാനമൊന്നും കിട്ടുന്നില്ല, പഞ്ചായത്തിന് തന്നെയാണ്. പക്ഷെ പഴി മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വന്നുകൊണ്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ കേരളത്തിലെ കച്ചവടം ചെയ്യാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടോ അറിയില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഒരു നിർദ്ദേശം കൂടിയാണ്. കച്ചവടം ചെയ്യാനും സംരംഭം ചെയ്യാനും ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനില്ലേ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളോ ഇല്ല. ചില ടൈമിൽ ഞാൻ തന്നെ സ്റ്റക്കാവും, ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ നിയമം എങ്ങനെയാണ്, ഇപ്പോൾ GST, ഇൻകം ടാക്സ്, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഇവിടെ ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിന് ലൈസൻസുകൾ വേണം. നമുക്കിപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വന്നിട്ടുണ്ട്, അതെടുക്കണം, അതെങ്ങനെ എടുക്കണം. അതേപോലെ പിന്നെ പല സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് ലൈസൻസുകൾ വേണം. ഇപ്പോൾ ഞങ്ങളൊരു ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് ലൈസൻസുകൾ ആവശ്യമായിട്ട് വന്നു. നമുക്കത് ചോദിക്കാൻ ആളുണ്ടായതുകൊണ്ടും നമുക്കതിന് കഴിവുണ്ടായതുകൊണ്ടും നമ്മൾ അതൊക്കെ റെഡിയാക്കി. പക്ഷെ അങ്ങനെ വല്ല സപ്പോർട്ടും ഗവൺമെൻറ് ഇപ്പോൾ നമ്മളെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നേരത്തെ ഓരോ സ്ഥാപനത്തിൽ ഒരാളുണ്ടായിരുന്നു. നമ്മൾ സംരംഭ വർഷം തുടങ്ങിയപ്പോൾ ഇപ്പോൾ 2-3 സ്ഥാപനങ്ങൾ കൂടി ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അവർ ഹാൻഡ് ഹോൾഡ് സർവീസ് നൽകും. പിന്നെ ഈ പറഞ്ഞ ശരിയാണ്, നമ്മൾ സംരംഭം തുടങ്ങാൻ പറഞ്ഞ് ആവേശത്തിലിറങ്ങി GST റിട്ടേൺസ് അറിയാത്തവരുണ്ടാവും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ എല്ലാ ജില്ലയിലും ഫ്രീ ഡെസ്ക് ഉണ്ട്, ആഴ്ചയിലൊരു മാസത്തിലൊരു ദിവസം. അത് നമ്മൾ CA-കാരുടെ സംഘടന വഴി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. ഇത് കൂടാതെ നമ്മൾ എല്ലാ ജില്ലയിലും MSME ക്ലിനിക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു എന്തെങ്കിലും രോഗലക്ഷണം വന്നു, മാനേജ്മെൻറ്റ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ക്ലിനിക്കിൽ പോയാൽ നമ്മൾ രോഗം വന്ന് വെന്റിലേറ്റർ കയറിയിട്ട് കാര്യമില്ല, അതിന് മുമ്പേ ചികിത്സിക്കണം. അപ്പോൾ അതിന് അഡ്വൈസ് തേടാം, എക്സ്പെർട്സ് ഉണ്ടാവും, കമ്പനികളുണ്ടാവും, എല്ലാ ജില്ലയിലും ഉണ്ട്, എല്ലാ വ്യവസായ കേന്ദ്രത്തിലുണ്ടാവും. അപ്പോൾ അതിന് പൈസ ഗവൺമെൻറ് കൊടുക്കും. ആരുടെ സേവനം വേണമെങ്കിൽ നിങ്ങൾക്ക് തേടാം. 2 പേരുടെ 2 തവണ അത് ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ ചെറിയ സ്ഥാപനങ്ങൾ വരുന്നു, അപ്പോൾ അവർക്ക് വളരാൻ പെട്ടെന്ന് പല സഹായങ്ങളും വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ഒരു മിഷൻ 1000 എന്നൊരു സ്കീം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 70 കോടി വരെ ടേൺ ഓവറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 80 കോടി ഉണ്ട്, 100 കോടി ആവാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് സഹായിക്കും. എൻ്റെ പ്രൊജക്ട് DPR തയ്യാറാക്കാനായിട്ടൊരു ചെറിയ സഹായം നൽകും. വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്ന 50 ലക്ഷം രൂപ വരെ അതിനെ പലിശ കൊടുക്കും, ഗവൺമെൻറ് കൊടുക്കും. 2 കോടി രൂപ വരെ മോഡേണൈസേഷൻ കൊടുക്കും, മാർക്കറ്റിൽ സഹായം ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 1000 സംരംഭങ്ങൾ 1 ലക്ഷം കോടി ടേൺ ഓവറായി. ഇപ്പം ഞങ്ങൾ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിരുന്നു, അതിന് പുതിയ സ്കീമുണ്ട്, 1 lakh മിഷൻ 1 lakh 1 കോടി ടേൺ ഓവറിലേക്ക് എത്താം. 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഉള്ളത് അത് നമ്മൾ സഹായിച്ചു കൊടുക്കും. അപ്പോൾ 1 ലക്ഷം സ്ഥാപനങ്ങൾ 1 കോടിയുള്ളതായി മാറും. അപ്പം അങ്ങനെ നമ്മൾ ഒപ്പം ചേർത്ത് പിടിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര എന്നുള്ളത്. സംരംഭങ്ങൾക്ക് ഒത്തിരി, പിന്നെ പുതിയ നിയമങ്ങൾ വരുന്നു, അതിനെന്തെല്ലാം ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള എക്സ്പോർട്ട് ചെയ്യണോ, അതിന് എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകും. അപ്പം അങ്ങനെ പഴയതൊക്കെ ഒത്തിരി മാറി. ഇത് എല്ലാ ജില്ലയിലും ഏത് സ്ഥാപനത്തിലും ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസിൽ MSME ക്ലിനിക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ലോക്കലായിട്ട് അവിടെ പോകാനുള്ള മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതിനകത്തൊരു സഹായം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇന്ന ആളുകളുണ്ട്, ഇന്ന സ്ഥാപനങ്ങളുണ്ട്, അവരുടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സംരംഭകർ നോട്ട് ചെയ്യണം എങ്ങനെയാണ് ആ സിസ്റ്റം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം,
അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ സ്വീകരിക്കണം. അപ്പോൾ എല്ലാ സംരംഭകർക്കും അവസരം എല്ലാ ജില്ലയിലും തന്നെ ഉണ്ട്. സംശയം ബാങ്കിന്റെ ലോൺ SLBCയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ നമ്മുടെ MSME ലോൺ തന്നെ 1 ലക്ഷം കോടി കഴിഞ്ഞു. 1 ലക്ഷം കോടി രൂപ കേരളത്തിൽ ഇപ്പോൾ MSMEകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു എമൗണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അത്രയും പുതിയ പുതിയ സംരംഭങ്ങൾ വരല്ലേ. പിന്നെ നമ്മൾ ലോക്കലായിട്ടൊരു സ്ഥാപനം തുടങ്ങി, അവർക്കിപ്പോൾ വിൽക്കണം. അപ്പോൾ നമ്മുടെ റേഷൻ കടയോട് ചേർന്ന് സ്റ്റോറുണ്ട്, അവിടെ വിൽക്കാം. ചെറിയൊരു നോമിനൽ കമ്മീഷൻ അവർക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 40-50 കോടിയുടെ വിൽക്കാൻ പറ്റി. ഇപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കൂണ് കൃഷി. അതിന് കൂടുണ്ടാക്കി നമ്മൾ തന്നെ ഒരു ബാങ്ക് എടുക്കും, അവരത് പൗഡറാക്കും. അല്ലെങ്കിൽ സീഡ് പൊട്ടൽ മധുരയ്ക്ക് എടുക്കും, അതിന് പൗഡറാക്കും. പിന്നെ വേറെ കൂവ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബാങ്ക് തന്നെ മണ്ഡലത്തിൽ അവരതിൻ്റെ പൗഡർ ഉണ്ടാക്കും. പിന്നെ കായ, കപ്പ, ശർക്കര ഞാൻ ഉണ്ടാക്കി തന്നിട്ട്, ഇവിടെ കരിമ്പ് കൃഷി വന്നിട്ട്. അപ്പോൾ എല്ലാം വരുമാനം വർദ്ധിക്കും. അപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ കളമശ്ശേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കളമശ്ശേരി എൻ്റെ ഒരു ടാഗ് ലൈൻ ഒപ്പം എന്നുള്ളതാണ്, കൃഷിക്കൊപ്പം. അതുപോലെ 175 ഇപ്പോൾ ക്ലബ്ബുകളുണ്ട്. അവർക്കിപ്പോൾ യുവതയ്ക്കൊപ്പം എല്ലാവർക്കും സ്പോർട്സ് കിറ്റ് കൊടുത്തേക്കാണ്. കാരണം ലഹരിയെ പ്രതിരോധിക്കാൻ ഉള്ള സംവിധാനം. പിന്നെ കുഞ്ഞുങ്ങൾക്കൊപ്പം, സ്കൂളുകൾക്കൊപ്പം, വിദ്യാർത്ഥികൾക്കൊപ്പം, ഓർമ്മ മറയുന്നവർക്കൊപ്പം, പ്രായമായവർക്കൊപ്പം, ലൈബ്രറികൾക്കൊപ്പം, അങ്ങനെ ഒപ്പം എന്നുള്ളതാണ് നമ്മുടെ സംരംഭകർക്കൊപ്പം, തൊഴിലാളികൾക്കൊപ്പം. പിന്നെ നമ്മുടെ ഒപ്പം മെഡിക്കൽ ക്യാമ്പ്. ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു ചേർത്ത് പിടിച്ചുള്ള വികസനം, അതാണ് കളമശ്ശേരിയുടെ ഒരു രീതി. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു സംരംഭകരാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ തന്നെ ഇടയ്ക്ക് കാണാറുണ്ട് EDA ശ്രദ്ധിച്ചോ, ഇൻകം ടാക്സിനെ ശ്രദ്ധിച്ചോ, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പോകുന്ന റൂട്ട് വളരെ കറക്റ്റ് ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്നൊരു സംരംഭം വിജയിച്ചു വരുമ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ മലയാളികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ശത്രുക്കൾ വരുന്നത്. ഈ ബിസിനസ് എങ്ങനെയെങ്കിലും തകരണം, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണ് ഇത് കെട്ടിപ്പടുത്തത്, ഇതിൻ്റെ ബാക്കിലുള്ള അധ്വാനങ്ങളോ റിസ്കുകളോ ടെൻഷൻസോ ഒന്നും ആർക്കറിയില്ല, ഇവർക്കറിയില്ല. അത്തരം കാഴ്ചപ്പാടില്ലേ മലയാളി സുഹൃത്തുക്കളോട് എന്താ പറയല്ലേ? നമുക്ക് ഈ നെഗറ്റിവിറ്റി ഉള്ള. പിന്നെ ഇപ്പോൾ ഈ മറ്റൊരു ഭാഗമുണ്ട്, ഈ ഇത്തരത്തിലുള്ള ഭീതി പല കേരളത്തിൽ മാത്രമല്ല എല്ലാ വ്യവസായികൾക്കിടയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഭീതിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഒരു കാര്യമില്ലെങ്കിലും കേസ് ചാർജ് ചെയ്ത് കിടക്കാവുന്ന രീതികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാളിയുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളതങ്ങ് കണ്ടില്ല എന്ന് അടിക്കുക. നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ നല്ല രീതിയിൽ അങ്ങ് പോയാൽ സത്യം തന്നെ അവസാനം വിജയിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ധൈര്യമായിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളെ ഏറ്റവും വലിയ ശത്രു ആരാണ്? രാഷ്ട്രീയത്തിലെ ശത്രു വൈര്യത്തിൻ്റെ രാഷ്ട്രീയം, ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം. അതാണ് നമ്മുടെ. കാരണം കേരളത്തിൻ്റെ പ്രത്യേകത ഇത്രയും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന സംഭവം ഉണ്ടാവില്ല. ഇപ്പോൾ പൊങ്കാലയിൽ തന്നെ നമ്മുടെ ഇമാം പറഞ്ഞു കേട്ടില്ല, ഇവിടെ തന്നെ അല്ലെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ എല്ലാ ജാതി മതസ്ഥരും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരും എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ്. അതിനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാന ശത്രു. കേരളത്തിൻ്റെ ശത്രു വ്യക്തിയായിട്ട് ശത്രു ആരെങ്കിലും ഉണ്ടോ? വ്യക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വ്യക്തികളെ അല്ല നമ്മൾ എതിർക്കുന്നത്, വ്യക്തികളുടെ നിലപാടുകളെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോഡ്കാസ്റ്റ് അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2 ചോദ്യമാണ് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് തിരക്കിലാണ്, ഇപ്പോൾ രാത്രി 10:30 മണിയായി, ഇനിയൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ നമ്മൾ പോഡ്കാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സംഭവം, രാഷ്ട്രീയമാണോ, രാഷ്ട്രീയം പറയാണോ? ഇതല്ല, നമ്മൾ പോഡ്കാസ്റ്റിൽ ഇനി ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, പഠിക്കാൻ പറ്റുന്ന, എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അത്തരം വ്യക്തികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരുപാട് ആളുകൾ വരാനുണ്ട്. ഇത്തരം വീഡിയോ കണ്ട ഒരു 60-70% സംരംഭകർക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഈ വീഡിയോ. അതേപോലെ ഇനി നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം? നമ്മളിപ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ടല്ലോ, 10 കൊല്ലത്തിൽ അടിത്തറ, ഇപ്പോൾ ഈ 5 വർഷം ഉണ്ടാക്കിയത്, അത് നമ്മൾക്കൊരു ഗുണം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു തുടർച്ച ഉണ്ടാവണം. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഒരു തുടർച്ച കൂടി ഉണ്ടായാൽ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി. എല്ലാം വലിയ ഇൻഡസ്ട്രീസിലാണ് പറയാം, എന്നാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇലക്ട്രോണിക്സ്, IT അല്ലെങ്കിൽ മറ്റ് ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള മേഖലകളിലുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറും. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ വലിയ ആശയങ്ങൾ, ഇപ്പോൾ കളമശ്ശേരിയിൽ തന്നെ ഞാനൊരു ഇന്നോവേഷൻ സോൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രഫീൻ അറോറ. ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനങ്ങൾക്ക് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഗ്രഫീൻ കുറച്ച് ചേർത്ത് പെയിൻറ്റിൽ ചേർത്താൽ, കപ്പലുകൾക്കൊക്കെ അടിയിൽ അതുപോലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ
കുറച്ച് ഗ്രഫീൻ അതിനകത്തുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പുതിയ ഒരു വണ്ടർഫുൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിപ്പോൾ ഇവിടെ ഗ്രഫീൻ അറോറ നമ്മൾ കളമശ്ശേരി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പുതിയ കാലത്തിൻ്റെ വ്യവസായങ്ങൾ അതിന് പറ്റുന്ന ഡെസ്റ്റിനേഷനായി കേരളം മാറും. നമുക്ക് 100% ഉറപ്പിച്ച് പറയാം, ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായി വന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി അവസരം ഉണ്ടാകും. കേരളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറും. അതേപോലെ തന്നെ കളമശ്ശേരിയിൽ ഇപ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ അത് ശരിക്കും പോയി കളമശ്ശേരി കേരളത്തിന് തന്നെ ഒരു പ്രധാന കേന്ദ്രമായി മാറും. ഇപ്പോഴത്തെ നമ്മുടെ നിക്ഷേപ സാധ്യതകൾ, ഇപ്പോൾ എടപ്പള്ളി കനാലിൻ്റെ ഒരു റിജിനുവേഷൻ പദ്ധതിയുണ്ട്. അത് ആഴം കൂട്ടി വീതി കൂട്ടി സൈഡിലെല്ലാം ഇരിപ്പിടങ്ങൾ, ലോക്കൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, അതൊരു മൊത്തം 3616 കോടിയുടെ കനാൽ റിജിനുവേഷൻ എറണാകുളത്ത്, അതിൽ 550 കോടിയോളം ഈ എടപ്പള്ളി കനാലിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ നമുക്കൊരു 5 വർഷം മിനിമം ആവശ്യമാണ്. അത് കൂടി വന്നു കഴിഞ്ഞാൽ കളമശ്ശേരിയും ഒരു മനോഹരമായ ഒരു പ്രധാന കേന്ദ്രമായി മാറ്റാൻ നമുക്ക് കഴിയും. അതിനൊരു അവസരം ജനങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. അതേപോലെ സഫാരി കാർസിനെ പറ്റി എന്താ പറയുക? സഫാരി കാർസ് ഇപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ വാഹനങ്ങളല്ലേ നിരന്നിങ്ങനെ കിടക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല അംഗീകാരം. അപ്പം രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ ഒരു അംഗീകാരം നൽകുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും. ഞാൻ MP ആയിരിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള അന്ന് ഈ ആലുവ ആശുപത്രി താലൂക്ക് ആശുപത്രിയാണ്, അവിടെ ഡയാലിസിസ് സെൻ്റർ തുടങ്ങാൻ തീരുമാനിച്ചു. അന്ന് മെഡിക്കൽ കോളേജിൽ അല്ലാതെ ഡയാലിസിസ് സെൻ്റർ ഇല്ല. പക്ഷെ നമ്മളൊരു 50 ലക്ഷം ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ച് കെട്ടിടം പണി തുടങ്ങിയപ്പോഴേക്കും ഒരു 10 മെഷീൻ എന്ന് പറഞ്ഞിട്ട് 25 മെഷീൻ വരെ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ വിശ്വാസ്യത പ്രധാനമാണ് രാഷ്ട്രീയത്തിൽ. അതേപോലെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസ്യതയാണ്. കാരണം ഞങ്ങൾക്ക് ജനങ്ങളാണ് വിശ്വാസം, നിങ്ങൾക്ക് ഉപഭോക്താക്കൾ നൽകുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം നന്നായി ഉള്ളത് കൊണ്ടാണ് അതിവേഗത്തിൽ ഇത്രയും വിപുലമാകാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലെല്ലാം തന്നെ നിങ്ങളൊരു താരമായി ഇങ്ങനെ നിൽക്കുന്നതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിനിയും നന്നായി മുന്നോട്ട് പോകട്ടെ. ഒരു ചോദ്യം പറഞ്ഞിട്ട് ഞാൻ ശത്രുവിനെ ചോദിച്ചു, മിത്രത്തെ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കമൻറ്റിൽ വരും. അതായത് എതിർ രാഷ്ട്രീയത്തിലില്ല. ഈ ചോദ്യത്തോടു കൂടി അവസാനിക്കാം. എതിർ രാഷ്ട്രീയങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റൊരുപാട് പാർട്ടികളുണ്ട്. ഈ ഒരു പാർട്ടിയിൽ ഏറ്റവും നിങ്ങൾ നന്നായി ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രീയ വ്യക്തിപരമായിട്ട് എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. ഒരാളെ പറയുകയാണെങ്കിൽ നല്ല മിത്രം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഉത്തരവത്തോടു കൂടി നമ്മളെ ഈ വീഡിയോ പോഡ്കാസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ കേട്ട ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. നിങ്ങളോട് ഒരുപാട് താങ്ക് യു.